ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ആണുങ്ങളല്ലേ ഒരു പെണ്ണിനോട് കുഞ്ഞു വേണമെന്നാണോ പറയുക? സെക്സ് വേണമെന്നോ ലൈംഗികത വേണമെന്നോ വൺ നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നോ അല്ല, നമുക്കൊരു കുഞ്ഞു വേണമെന്നാണ് ഈ സ്ത്രീയോട് പറയുക. പക്ഷേ പിന്നീട് ഈ പെൺകുട്ടി കല്യാണം കഴിച്ചതാണ്, ഭർത്താവുണ്ട്, എങ്ങനെ ഒരു ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും? താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥയിലെങ്കിൽ എന്ത് പറ്റും? ഓൾറെഡി കല്യാണം കഴിച്ചൊരു പെൺകുട്ടി, ഇനി ആ പെൺകുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ലേ? ആ പെൺകുട്ടി മാധ്യമരംഗത്തടക്കം പ്രവർത്തിക്കുന്ന പെൺകുട്ടിയാണല്ലോ. ഞാൻ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും റിവീൽ ചെയ്യില്ല, കാരണം നമ്മുടെ നിയമങ്ങൾക്കെതിരാണത്. ഒരു കാരണവശാലും ഇത് ആരും ചെയ്യാനും പാടില്ല, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ളവർ ചെയ്യാൻ പാടില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് ഇതൊന്നും അറിയാറുന്നില്ലേ സർ? ആ പെൺകുട്ടി പ്രായപൂർത്തിയായ കുട്ടിയല്ലേ, പ്രമുഖയായ അല്ലെങ്കിൽ അത്യാവശ്യം അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയല്ലേ, ഓൾറെഡി മാരീഡ് അല്ലേ? ഇത് മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ചതല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ബന്ധവുമായി മുമ്പോട്ട് പോകും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി രണ്ട്, ഇത് കോടതിയുടെ സ്ക്രൂട്ടനി നിലനിൽക്കില്ല. കോടതിയിൽ ഈ കേസ് നിലനിൽക്കില്ല. നിങ്ങൾക്ക് വരുമ്പോൾ അറിയാം, കോടതിയിൽ ഈ കേസ് ഒരു കാരണവശാലും നിലനിൽക്കാൻ പോകുന്നില്ല. രാഷ്ട്രീയ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഉപയോഗിക്കാം, സംശയമൊന്നുമില്ല. ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഉപയോഗിക്കാം. രാഹുൽ മുമ്പ് പറഞ്ഞല്ലോ ഒരു കപ്പിൾസിനിടയ്ക്കുള്ള സംഭാഷണങ്ങൾ, ആ സംഭാഷണങ്ങൾ എങ്ങനെയൊക്കെയാവുമെന്ന് ചോദിച്ചു. ഇപ്പോൾ രാഹുൽ തന്നെ പറയുന്നത് കോൺട്രഡിക്റ്റ് ചെയ്യണത്, ഒന്ന്, ഇവർ ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ഈ സംഭാഷണം നടന്നതെങ്കിൽ അവർ അന്യരാണ്, അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പോൾ മുൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ഗർഭാലസിപ്പിക്കാൻ ഒരാൾ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു അന്യ പുരുഷൻ മറ്റൊരു പുരുഷൻ അത് ഭീഷണിപ്പെടുത്തുകയാണ്. അതാണ് ക്രിമിനൽ ഇന്റിമിഡേഷൻ എന്ന വാക്കുകൊണ്ട് ഞാൻ ഉപയോഗിച്ചത്. അത് കുറ്റകരമല്ലേ? എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയെ ഏറ്റെടുത്തോളാം അങ്ങ് കേട്ടില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാണ്, ഈ കുട്ടിയെ ഞാൻ ഏറ്റെടുത്തോളാം. അപ്പൊ ഈ പെൺകുട്ടി പറയുന്നു ഏറ്റെടുക്കണമെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ.